Download now CC Learning app. എല്ലാവർക്കും നമസ്കാരം. CC ബാങ്ക് എക്സാം ചാനലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷൈജു. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മൾ വരാൻ പോകുന്ന CSEB ക്ലർക്ക് കാഷ്യർ പരീക്ഷ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരമായിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ചെയ്തു പഠിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്കൊരു ട്രെൻഡ് മനസ്സിലാക്കി എടുക്കുവാൻ സാധിക്കും. നമ്മൾ ഒരുപാട് മത്സര പരീക്ഷകൾ നേതൃത്വം വഹിക്കാറുണ്ടല്ലേ? നിങ്ങൾ എഴുതാറുണ്ടാവും, ചിലപ്പോൾ മറ്റുള്ളവരെ എഴുതുന്നത് കാണുന്നുണ്ടാവും. ഇപ്പൊ SSC പരീക്ഷകൾ ഉണ്ടാവും, PSC നടത്തുന്ന മത്സര പരീക്ഷകളുണ്ട്, RRB നടത്തുന്ന മത്സര പരീക്ഷകളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബോർഡ് നടത്തുന്ന വിവിധ മത്സര പരീക്ഷകളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മുൻ വർഷ ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഏത് പരീക്ഷയാണോ എഴുതുന്നത് ആ ഒരു പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കുന്ന ആ ഒരു സബ്ജക്റ്റിനകത്ത് നിന്നും ഏത് ചോദ്യങ്ങൾ ഏത് നിലവാരത്തിലാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കുവാൻ തീരുമാനിച്ചു. മക്കളെ, നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ PYQ എല്ലാം ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ കണ്ടായിരുന്നോ? അതായത് ആദ്യ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. അപ്പൊ നമുക്ക് മനസ്സിലായി, നമ്മൾ ഒരുപാട് അങ്ങ് ഓവറായിട്ട് പോകേണ്ട ആവശ്യമില്ല, ഈ ഒരു നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ അടുത്തത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിക്കുന്നു, അല്ലെങ്കിൽ ട്രെയിൻ പഠിക്കുന്നു, അല്ലെങ്കിൽ ടൈം ആൻഡ് വർക്ക് പഠിക്കുന്നു. ഇവിടെയൊക്കെ നമുക്ക് ഏത് നിലവാരത്തിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് കഴിഞ്ഞ ഒരു 2 വർഷത്തിനിടയില് CSEB നടത്തിയ ക്ലർക്ക് കാഷ്യർ അതുപോലെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള വിവിധ മത്സര പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഓരോ ചോദ്യങ്ങളും മനസ്സിലാക്കി ഏത് ടോപ്പിക്കിൽ നിന്നാണ് ചോദിച്ചത്, ആ ടോപ്പിക്കിൽ നിന്നും ഏത് നിലവാരത്തിലുള്ള ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പഠിച്ചു തുടങ്ങുവാൻ. അതിനുശേഷം നിങ്ങൾ ഒരു ടൈം ഫ്രെയിം സെറ്റ് ചെയ്തിട്ട്, അതായത് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് സ്ഥിരമായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മത്സര പരീക്ഷ ഏറ്റവും ഭംഗിയായിട്ട് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. എല്ലാ തവണയും പറയുന്നുള്ളത് പോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് പരീക്ഷകളിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച ഒരു രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കത്തില്ല. അത് സത്യമാണ്. അതിനുശേഷം പിന്നീട് നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് അടുത്ത പരീക്ഷയ്ക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും നമുക്ക്, അല്ലേ? ഇപ്പൊ നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ കിട്ടിയില്ല, രണ്ടാമത്തെ ചോദ്യം ചിലപ്പോൾ അതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ ആ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ആൻസർ കിട്ടിയില്ല നമുക്ക് അവിടെ ഇരുന്നാൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ആ ഒരു മേഖല ക്രിയേറ്റ് ചെയ്ത ആ ഒരു ടൈം ഫ്രെയിം സെറ്റ് ചെയ്ത സമയത്ത് ആ ഒരു ടോപ്പിക്കിന് പ്രാധാന്യം കൊടുക്കാതിരുന്നത് കൊണ്ടാണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കിട്ടാതിരുന്നത് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് നമ്മൾ ഓരോ ടോപ്പിക്കുകൾ സെറ്റ് ചെയ്ത് വേണം മുമ്പോട്ട് പോകുവാൻ എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്ന്, ചിലപ്പോൾ നിങ്ങൾ എഴുതി പോകുന്ന പരീക്ഷകളിലെ ഭേദപ്പെട്ട വിജയം ചിലപ്പോൾ നേടിയെടുക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷേ ആ ഒരു ഇച്ഛാശക്തി ഉണ്ടല്ലോ, അതായത് ഞാൻ നേടിയെടുക്കുന്നിടം വരെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമെന്ന് പറയുന്ന നിങ്ങളുടെ ആ ഇച്ഛാശക്തി ഉണ്ടല്ലോ, അതാണ് നിങ്ങളെ അവസാനം വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ 1-2 മത്സര പരീക്ഷകളിലെ പരാജയപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് പിറകോട്ട് വലിയാതെ വീണ്ടും നമ്മൾ മുമ്പോട്ട് തന്നെ ശ്രമിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. അവസാനം നമുക്ക് വിജയത്തിലേക്ക് എത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അതുകൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരതയോടുകൂടി മുമ്പോട്ട് പോകണം എന്ന് എല്ലാ തവണയും പറയാറുള്ളത് പോലെ സ്നേഹത്തോടെ നിങ്ങളോട് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. മക്കളെ, നമുക്ക് എപ്പോഴാണോ സഹകരണ ബാങ്കിലെ നിങ്ങളുടെ ആ സ്വപ്ന ജോലി യാഥാർത്ഥ്യമാകുന്നത് അന്ന് വരെയും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകണം. നിങ്ങളെ സ്വാഭാവികമായിട്ടും ക്രൂശിക്കാനും അതുപോലെ തന്നെ നിങ്ങളെ പരിഹസിക്കാനും അതേപോലെ നിങ്ങളെ പുച്ഛിക്കാനും ഒക്കെ ഒരുപാട് പേര് കാണും. പക്ഷേ നിങ്ങൾ ഇതൊക്കെ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളഞ്ഞ് ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല, എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സഹകരണ ബാങ്കിലെ ഞാൻ ആ സ്വപ്നം കണ്ട ക്ലർക്ക് അല്ലെങ്കിൽ കാഷ്യർ അല്ലെങ്കിൽ സെക്രട്ടറി എന്ന് പറയുന്ന പദവിയിലേക്ക് ഞാൻ എത്തണം. അത് എന്റെ മുമ്പിലെ ഒരു 2 വർഷത്തെ സമയമാണുള്ളത്. അതിനുശേഷം എനിക്ക് എന്റേതായ രീതിയിലുള്ള ജീവിതം എനിക്ക് സ്വാഭാവികമായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും. അത്തരത്തിലെ വലിയ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യം
എല്ലാ തവണയും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ തന്നെ ഇന്നും ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ജീവിതത്തിലെ വിജയിച്ച ആളുകൾക്ക് പറയുവാൻ ഒരുപാട് പരാജയങ്ങളുടെ കഥകൾ കാണും, കയ്പ് നിറഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ കാണും, നമ്മൾ വെറുക്കപ്പെടുന്ന ഒരുപാട് മനുഷ്യന്മാർ നമ്മുടെ മുമ്പിൽ കാണും. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ജോലിയാണ്. ആ ജോലിയിലേക്ക് എത്താൻ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചുകൊണ്ട് പ്രയത്നിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. ആ ഒരു യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഒരു കല്ലും മുള്ളും നിറഞ്ഞ ഒരു പാതയായിരിക്കും. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ. അതായത് ഈ ഫോട്ടോയിൽ കാണുന്ന ആൾക്കാരൊക്കെ അവര് ഒരു ചെറിയ സമയത്തില് അവര് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും, എനിക്ക് ജോലി വേണം, ജോലി വേണം, ജോലി വേണം. ആ ജോലി വേണം, ജോലി വേണം, ജോലി വേണം എന്ന് ചിന്തിച്ചുകൊണ്ട് അവര് മുമ്പോട്ട് പോകുന്ന സമയത്ത് അവർക്കും ഇതുപോലെ 1000 കഥകൾ കാണും, പരാജയങ്ങളുടെ കഥകൾ, കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ മാത്രമേ അവർക്ക് കാണത്തുള്ളൂ. അതെല്ലാം താണ്ടി 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 അവര് ആ റാങ്ക് പട്ടിക വരുമ്പോൾ ഒന്നാമത്തെ റാങ്ക് അനാമിക, അതുപോലെ തന്നെ മറ്റൊരു ലിസ്റ്റിനകത്ത് ഒന്നാമത്തെ റാങ്ക് ഹരികൃഷ്ണൻ. ഇവർക്കെല്ലാം ഒരുപാട് പരാജയങ്ങളുടെ കഥകൾ കാണും. അപ്പൊ നമ്മള് പരാജയങ്ങളിൽ പെട്ടുപോകാതെ, അവിടെ നമ്മൾ എക്സ്ക്യൂസ് കണ്ടെത്തി അവിടെ തന്നെ നിന്ന് പോകാതെ മുമ്പോട്ട് വളരെ ഭംഗിയോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എല്ലാ തവണയും പറയാറുള്ളത് പോലെ മക്കളെ, മാത്സിനകത്ത് നമുക്ക് ഇത്രയും ടോപ്പിക്കുകൾക്കാണ് വലിയ പ്രാധാന്യം കൊടുത്തു പഠിക്കേണ്ടത്. വലിയ പ്രാധാന്യം കൊടുത്തു പഠിക്കേണ്ടത് ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, എൽസിഎം, HCF, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പെർസെന്റേജ്, ഇൻട്രസ്റ്റ്, സിംപ്ലിഫിക്കേഷൻ, ആവറേജ്, അതേപോലെ തന്നെ നമ്പർ സീരീസ്, ഡയറക്ഷൻ, റാങ്കിങ്, കോഡിങ്, കലണ്ടർ, ക്ലോക്ക്, നമ്പർ പാറ്റേൺ, ബ്ലഡ് റിലേഷൻ. ഇത്രയും ടോപ്പിക്കുകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തു പഠിക്കണം എന്നുള്ള കാര്യം നിങ്ങളോട് ഞാൻ വീണ്ടും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഞാന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളുടെ പൊന്നാനി സഹകരണ ബാങ്കിലെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തി, ക്ലർക്ക് കാഷ്യർ പരീക്ഷ റിക്രൂട്ട്മെന്റ് നടത്തി. ആ പരീക്ഷയ്ക്ക് ചോദിച്ച മാത്സിലെ 10 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. മക്കളെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ നിങ്ങൾ പറയും, സാറേ ഇത് എന്തോ സാറേ ഇത് കാണുമ്പോഴേ ഭ്രാന്ത് പിടിക്കുമല്ലോ എന്ന് വിചാരിക്കും. വേണ്ട, നിങ്ങൾ പതുക്കെ വായിക്ക്, ടെൻഷൻ വേണ്ട, ടെൻഷൻ ഇല്ലാതെ പതുക്കെ വായിക്കട. വരുൺസ് ഡെയിലി ജേർണി ടു ഹിസ് ഓഫീസ് ഇൻ ദ ബസ് വാസ് ഓൾവേസ് കംഫോർട്ടബിൾ ആസ് ഇറ്റ് വാസ് നോട്ട് ക്രൗഡഡ് വിത്ത് പാസഞ്ചേഴ്സ്. വരുണിന്റെ ഓഫീസിലേക്കുള്ള യാത്ര വളരെ കംഫോർട്ടബിൾ ആണ്. കാരണം അവൻ പോകുന്ന ബസ്സിലെ നോട്ട് ക്രൗഡഡ് വിത്ത് പാസഞ്ചേഴ്സ്, അവൻ പോകുന്ന ബസ്സിലെ തിരക്കില്ല. അപ്പൊ അവന് സ്വാഭാവികമായിട്ടും നല്ല സുഖകരമായിട്ട് അവന്റെ ഓഫീസിലേക്ക് അവന് ബസ്സിൽ പോകുവാൻ സാധിക്കും. ആൻഡ് ഹി ഗോട്ട് സീറ്റ് ഫ്രം ഹിസ് ബോർഡിംഗ് സ്റ്റോപ്പ് ഇറ്റ് സെൽഫ്. അതുകൊണ്ട് അവൻ ആ കയറുന്ന ആ സ്റ്റോപ്പിൽ നിന്ന് തന്നെ, ബോർഡിംഗ് സ്റ്റോപ്പിൽ നിന്ന് തന്നെ അവന് സീറ്റും കിട്ടും. അവൻ അങ്ങനെ സൈഡ് സീറ്റ് ഒക്കെ പിടിച്ച് പാട്ടൊക്കെ കേട്ട് രസകരമായിട്ട് അവൻ ഓഫീസിലേക്ക് പോകും. നല്ല രസകരമായ കംഫോർട്ടബിൾ ആയിട്ടുള്ള യാത്രയാണ് ആർക്ക്? നമ്മുടെ വരുൺ എന്ന് പറയുന്ന സുഹൃത്തിന് വളരെ കംഫോർട്ടബിൾ ആയിട്ടുള്ള യാത്രയാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? ഇനി മക്കളെ, അടുത്ത സെന്റൻസ് വായിക്കട. But the opening of a new factory, അതായത് പുതിയ ഒരു ഫാക്ടറി ഓപ്പൺ ചെയ്യുന്നു. എവിടെ? along the route, ആ പോകുന്ന റൂട്ടില് ഒരു പുതിയ ഫാക്ടറി ഓപ്പൺ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ആലോചിച്ചോണം, ആ പുതിയ ഫാക്ടറി അവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് അവിടെ ജോലിക്കാർ വരും. ആ ജോലിക്കാർ വരുമ്പോ സ്വാഭാവികമായിട്ടും അവൻ പോകുന്ന ബസ്സിലേക്ക് ആൾക്കാരുടെ എണ്ണം കൂടും, ക്രൗഡഡ് ആകും. the bus was crowded with factory goers, സ്വാഭാവികമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഫാക്ടറി ഓപ്പൺ ചെയ്തുകൊണ്ട് ഫാക്ടറിയിൽ പോകേണ്ട ആൾക്കാരൊക്കെ ഈ ബസ്സിനകത്തേക്ക് കയറാൻ തുടങ്ങി, ക്രൗഡഡ് ആയി, ആകെ സീനായി. ദിസ് മെയ്ഡ് വരുൺസ് ജേർണി എ ടെഡിയസ് വൺ. അവനത് ഒരു നല്ല ഒരു സുഖകരമായ ഒരു യാത്രയായിട്ട് അവന് ഫീൽ ചെയ്യാൻ പിന്നീട് തുടങ്ങിയില്ല. കാരണം ഭയങ്കര ക്രൗഡായി, റഷായി, പിന്നെ നമുക്കൊന്നും കംഫോർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, കാരണം ആൾക്കാരുടെ എണ്ണം കൂടി. among the following alternatives which one justifies the above statement? ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും സെന്റൻസുകൾ വായിച്ചു നോക്കുമ്പോൾ ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഏതാണെന്നാണ് ചോദ്യം.
ഇതാണ് നമ്മുടെ ചോദ്യം. മക്കളെ, ഒന്നാമത്തെ ഓപ്ഷൻ, വരുൺസ് ജേർണി മെയ്ഡ് അൺകംഫോർട്ടബിൾ സിൻസ് ദ ഓപ്പണിംഗ് ഓഫ് ദ ഫാക്ടറി. ശരിയാണ്. വരുണിന്റെ യാത്ര അൺകംഫോർട്ടബിൾ ആയിട്ട് മാറി എപ്പോഴാണ്? സിൻസ് ദ ഓപ്പണിംഗ് ഓഫ് ദ ഫാക്ടറി. ഫാക്ടറിയുടെ ഓപ്പണിംഗ് മുതല് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. സ്വാഭാവികം. ശരിയാണ്, അത് ശരിയാണ്, അത് വളരെ ശരിയാണ്. വരുൺസ് ഡിസൈഡഡ് ടു അവോയ്ഡ് ദ ജേർണി ബൈ ബസ്. അതുകൊണ്ട് ആ ക്രൗഡഡ് ആയതുകൊണ്ട് അവനെ ബസ്സിലെ യാത്ര അങ്ങ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അത് നമുക്കറിയില്ല. അത് അങ്ങനെ ഒരു സെന്റൻസ്, അങ്ങനെ വരുൺ ആ ബസ്സിലെ യാത്ര ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്ന ആ ഒരു സെന്റൻസിലേക്ക് നമുക്ക് എത്താൻ സാധിക്കത്തില്ല. He gave up the job and found out another one. അതായത് അതുകൊണ്ട് അവനായ ആ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു ജോലിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അതിനെക്കുറിച്ച് ഒന്നും ഇതിനകത്ത് പറയുന്നില്ല. ആ ബസ്സിലെ ക്രൗഡഡ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ മാത്രം പറയുന്നതേ ഉള്ളൂ. അപ്പൊ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഹി ബോട്ട് എ മോട്ടോർ സൈക്കിൾ. അവൻ അതുകൊണ്ട് പുതിയൊരു മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഈ സെന്റൻസിനകത്ത്, ഈ സ്റ്റേറ്റ്മെന്റിനകത്ത് പറയുന്നില്ല. അതും തെറ്റാണ്. അതുകൊണ്ട് മക്കളെ, ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് പറയാം. അങ്ങനാണെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ, രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഓഡ് വൺ ഫ്രം ദ ഗിവൺ ഓൾട്ടർനേറ്റീവ്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനാ. ഇപ്പൊ ഞാൻ ഈ ചോദ്യങ്ങൾ പറയുമ്പോൾ കുഞ്ഞുങ്ങളെ, നിങ്ങളൊരു ബുക്ക് ഒരുക്കുക, അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് സാറ് പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം ഏത് ടോപ്പിക്ക്, രണ്ടാമത്തെ ചോദ്യം ഏത് ടോപ്പിക്ക്, അപ്പോൾ പഠിക്കുമ്പോൾ ആ മേഖലകൾക്ക് പ്രാധാന്യം കൊടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഈ ചോദ്യം അതുപോലെ പരീക്ഷയ്ക്ക് വരുമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ അത് മനസ്സിലാക്കണം. അങ്ങനെയാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കേണ്ട ആളുകൾ ചെയ്യേണ്ട പരിപാടിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ എടാ, ഇതിനകത്ത് ഓഡ് മാൻ ഔട്ട് ഏതാ? ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, CAG. ദ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, അതായത് AG. ദ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, UPSC. നീതി ആയോഗ്. സ്വാഭാവികമായിട്ടും ഇത് നിങ്ങൾ എന്നോട് പറയും, സാറേ ഇതൊരു GK ക്വസ്റ്റ്യൻ അല്ലേ? ആണടാ കുഞ്ഞുങ്ങളെ, ഇതൊരു GK ക്വസ്റ്റ്യൻ ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. നിങ്ങൾക്ക് ഈ പറയുന്ന CAG എന്താണെന്നും AG എന്താണെന്നും UPSC എന്താണെന്നും നീതി ആയോഗ് എന്താണെന്നും അറിയാത്ത ഒരു വ്യക്തിക്ക് ഈ ചോദ്യം ക്രാക്ക് ചെയ്യുവാൻ സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ GK പഠിക്കുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ പഠിക്കാറുണ്ട്. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ കൃത്യമായിട്ട് പ്രസ്താവിച്ചിരിക്കുന്ന സ്ഥാപനങ്ങളെ പറയുന്ന പേരാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. അപ്പോൾ ഒന്നാമത്തത് CAG എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇന്ത്യൻ ഭരണഘടനയിലെ ഇന്ന ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ ഞാൻ പറഞ്ഞു തരാം, ഏത് ആർട്ടിക്കിളിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ അറ്റോർണി ജനറൽ ഓഫീസും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ ഭരണഘടനയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇത് രണ്ടും ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, UPSC, കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സർക്കാർ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഏജൻസിയാണ് UPSC. അപ്പോൾ UPSCയുടെ ആ ഒരു പ്രവർത്തനം ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണത് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യത്തെ 3 വാക്കുകളും ഇന്ത്യൻ ഭരണഘടനയിലെ കൃത്യമായിട്ട് പ്രസ്താവിച്ചിട്ടുള്ളത് കൊണ്ട് ഇത് 3ഉം ഭരണഘടനാ സ്ഥാപനങ്ങളാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ്. നീതി ആയോഗിനെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിലെ അത്തരം ഒരു ആശയം എന്താണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്കറിയാം, പഞ്ചവത്സര പദ്ധതികൾ അവസാനിപ്പിച്ചുകൊണ്ടാണ് നീതി ആയോഗ് പോലെയുള്ള ഒരു പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. അപ്പൊ അതൊന്നും ഭരണഘടനയിലെ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ ഡി തന്നെയാണ് അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് തരുന്ന ഒരു ദൗത്യമാണ്, നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. എന്താണ് മക്കളെ, CAG ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിലാണ് പറഞ്ഞിരിക്കുന്നത്? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അതേപോലെ തന്നെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ
ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിലാണ് പറഞ്ഞിരിക്കുന്നത്? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അതേപോലെ തന്നെ UPSC ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ് പറഞ്ഞിരിക്കുന്നത്? കൃത്യമായിട്ട് ഈ 3 കാര്യങ്ങളും, അതേപോലെ നീതി ആയോഗ് എന്നാണ് നിലവിൽ വന്നത്, നീതി ആയോഗിന്റെ ആദ്യത്തെ ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലീസ് നിങ്ങൾ ആ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് ആധികാരികമായിട്ട് പഠിച്ചു എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഒരു പ്രചോദനമാകും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അത് നിങ്ങൾ മറന്നു പോരുത്. മൂന്നാമത്തെ ചോദ്യം ദാണ്ടേ ഇവിടെ, ഇൻ ദ ഫോളോയിങ് പെയർസ് ഓഫ് നമ്പേഴ്സ് വൺ പെയർ ഈസ് നോട്ട് റിലേറ്റഡ് ടു ദ റെസ്റ്റ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് കോമൺ പ്രോപ്പർട്ടി. അങ്ങനെയാണെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ, അതിനകത്ത് ഈ ബന്ധമില്ലാത്ത ഒരു 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 നമ്പർ ഗ്രൂപ്പ് ഉണ്ട്. അതേതാണെന്നാണ് ചോദ്യം. നമ്മൾ നോക്കുമ്പോൾ 14 എന്ന് പറയും, 14,28 എല്ലാം കോമ ഉണ്ടായിരുന്നു കേട്ടോ ക്വസ്റ്റിനകത്തെ. അപ്പോൾ എടാ കുഞ്ഞുങ്ങളെ, 14,28 മാറി. 14,28 മാറുക എന്ന് പറഞ്ഞാൽ 14ന്റെ കൂടെ 14 കൂട്ടുമ്പോഴാണ് 28 കിട്ടുന്നത്. 35 49 ആകണമെങ്കിൽ 14 കൂട്ടിയാൽ മതി. 51 65 ആകണമെങ്കിൽ 14 കൂട്ടിയാൽ മതി. 69ന്റെ കൂടെ 14 കൂട്ടിയാൽ ഒരിക്കലും 78 കിട്ടത്തില്ല. അതുകൊണ്ട് ഓപ്ഷൻ ഡി തന്നെയാണ് അവിടെ വേറിട്ട് നിൽക്കുന്നത്. ഓഡ് മാൻ ഔട്ട് ആണ് ചോദിച്ചത്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ആദ്യത്തെ 3 എണ്ണം നോക്കുമ്പോഴും 14 വീതം കൂട്ടുന്നതാണെന്നുള്ള കാര്യം നമുക്ക് വളരെ ഭംഗിയായിട്ട് മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യൻ കുഞ്ഞുങ്ങളെ പിടിച്ചു. അടുത്തത്, ഇൻ എ കോഡഡ് ലാംഗ്വേജ്, അതായത് കോഡിംഗ് ആണ്. കോഡിംഗ് ഉറപ്പായിട്ടും ചോദിക്കും പരീക്ഷ. നമുക്കറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് കോഡിങ്, നമ്പർ സീരീസ്, അനലോഗി ഒക്കെയാണ്. ഈ 10 ക്വസ്റ്റ്യൻസിലെ ഏകദേശം ഒരു 5 എണ്ണം മുതൽ 6 വരെ ചോദ്യങ്ങൾ വരുന്നത് ഈ ഭാഗത്തു നിന്നാണ്. ബാക്കി ഒരു 4 ചോദ്യങ്ങളൊക്കെ ആയിരിക്കും സാധാരണ മാത്സിനകത്തുനിന്ന് ചോദിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം കേട്ടോ. ഇവിടെ ഒരു കോഡിംഗ് പ്രകാരം, ആ കോഡിംഗ് പ്രകാരം റീഫോം എന്ന് പറയുന്ന ഈ ഒരു വാക്കുണ്ടല്ലോ, എടാ ആ റീഫോം എന്ന് പറയുന്ന ഈ ഒരു വാക്കിനെ MROFER എന്നാണ് കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കളെ, അസംബ്ലി എന്ന് പറയുന്ന വാക്ക് എങ്ങനെയാണ് കോഡ് ചെയ്യുന്നത്? ഇത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പൊ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമായതുകൊണ്ട് ഇത് പരീക്ഷകളിൽ ഇരുന്ന ഒരുത്തൻ അവൻ നോക്കിയപ്പോ ഇത് കാണുമ്പോഴേ അറിയാം ഇത് നേരത്തെ പഠിച്ചതല്ലേ, കാരണം ഇത് സ്ഥിരം ചോദ്യമോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന്. ഈ ക്വസ്റ്റ്യൻ അന്ന് എക്സാം ഹോളിൽ ഇരുന്ന് കണ്ട ഒരു നമ്മുടെ കൂടെ പരീക്ഷ എഴുതിയ ഒരു വ്യക്തി പറഞ്ഞു, സാറേ റീഫോം എന്ന് പറയുമ്പോ ഇത് റീഫോം കണ്ടേ, MROFER തിരിച്ചെഴുതിയാ പോരെ. അക്ഷരങ്ങള് എങ്ങനെയാണോ മുമ്പോട്ട് എഴുതി വെച്ചിരിക്കുന്നത് അതിനെ പുറകോട്ട് അതുപോലെ എഴുതി കഴിഞ്ഞാൽ ആ കോഡിങ് സെറ്റായി അല്ലേ. നോക്കിയേ, എം കണ്ടോ, നോക്കി ഇവിടെ കൂടെ നോക്ക്, MROFER സെറ്റ്. അങ്ങനാണെങ്കിൽ തിരിച്ചെഴുത് YLBMESSA കണ്ടോ, തിരിച്ചു എഴുതിയാൽ മതി. അപ്പൊ അസംബ്ലി എന്ന് കിട്ടും. അപ്പൊ നോക്കിയേ, YLBM, ഇതല്ല, YLBM അല്ല, ഇതും അല്ല. ഓപ്ഷൻ എ ആണ് ആൻസർ. തുടക്കം YLBM അല്ലേ എടാ, YLBM ഇതാണോ? അല്ല, ഇതും അല്ല, ഇതും അല്ല. സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടിയില്ലേ. ഇതാണ് ഒരു മാർക്ക് നമുക്ക് കിട്ടുവാനുള്ള ഏറ്റവും സിമ്പിൾ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഒരു 2 വർഷം നമ്മുടെ ബോർഡ് നടത്തിയ എല്ലാ ചോദ്യങ്ങളും ചെയ്തു പഠിക്കണം, എസ്പെഷ്യലി മാത്സിന്റെ കാര്യത്തിൽ. അപ്പൊ ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റും. ചില നമ്പർ സീരീസ് ഒക്കെ നമ്മുടെ കൈ നിൽക്കത്തില്ല, പക്ഷേ ആ പ്രീവിയസ് ചോദ്യങ്ങൾ അവർ കോപ്പി ചെയ്യും, ആശയങ്ങൾ കോപ്പി ചെയ്യും. അത് നമുക്ക് മനസ്സിലാക്കി എടുക്കുവാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് മുൻ വർഷ ചോദ്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം എന്നുള്ള കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ഇതാണ്ടേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാ നോക്കിയേ. ഇതാണ്ടേ മക്കളെ, സെമി സർക്കിളിന്റെയും അതേപോലെ സർക്കിളിന്റെയും ഏരിയ തമ്മിലുള്ള
അംശബന്ധം കണ്ടുപിടിക്കാനാണ് ചോദ്യകർത്താവ് ചോദിച്ചത്. കണ്ടു, നല്ലൊരു ക്വസ്റ്റ്യനാ. അതായത് സെമി സർക്കിളിന്റെയും വിസ്തീർണം അല്ലെങ്കിൽ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് തമ്മിലുള്ള അംശബന്ധം. എടാ, ഇത് ഏതൊരു പൊട്ടനും അറിയത്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സർക്കിളിന്റെ പകുതി അല്ലേ സെമി സർക്കിള്? അപ്പൊ സർക്കിളിന്റെ ഏരിയ എത്ര ആണോ അതിന്റെ പകുതി ആയിരിക്കത്തില്ലേ സെമി സർക്കിളിന്റെ ഏരിയ? സെമി സർക്കിൾ എന്ന് പറഞ്ഞ അർദ്ധവൃത്തം അല്ലേ? അപ്പോ സർക്കിളിന്റെ ഏരിയ 100 ആണെങ്കിൽ സെമി സർക്കിളിന്റെ ഏരിയ 50 ആയിരിക്കും. സർക്കിളിന്റെ ഏരിയ 200 ആണെങ്കിൽ സെമി സർക്കിളിന്റെ ഏരിയ 100 ആയിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ രണ്ടാമത് കിടക്കുന്ന സംഖ്യയുടെ പകുതി ആയിരിക്കണം ആദ്യം കിടക്കുന്ന സംഖ്യ. നോക്കിയേ മക്കളെ, 2ന്റെ പകുതി അല്ലേ 1? ശരിയാ. എടാ കുഞ്ഞുങ്ങളെ, 3ന്റെ പകുതിയാണോ 1? 4ന്റെ പകുതിയാണോ 1? 6ന്റെ പകുതിയാണോ 1? സെറ്റ്. കാരണം ഇവിടെ എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കും ഇവിടെ വരുന്നത്. അതാണ് പ്രത്യേകത. അതാണ് സർക്കിളും സെമി സർക്കിളും തമ്മിലുള്ള ബന്ധം. സർക്കിളിന്റെ നേരെ പകുതിയാണ് ആര്? സെമി സർക്കിൾ. കോമൺ സെൻസിൽ അടിച്ചു കളയാം, മാത്സ് ഒന്നും അറിയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ മുമ്പില് ഇനിയും കുറച്ച് ദിവസങ്ങള് പരീക്ഷകൾക്ക് കിട്ടും. ചിലപ്പോൾ ഒരു പക്ഷെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവത്തില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ഈ പറയുന്ന നമുക്കൊരു സിലബസ് ഉണ്ട്. ആ സിലബസ് നമ്മൾ കേന്ദ്രീകരിക്കുന്ന സമയത്ത് 60 ദിവസം കൊണ്ട് നമ്മുടെ സിലബസ് പൂർത്തീകരിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ലക്ഷ്യം. അതിനുശേഷം പിന്നെ റിവിഷൻ നടത്തിയാൽ മതി. അപ്പോൾ 60 ദിവസം കൊണ്ട് ഈ സിലബസ് ഭംഗിയായിട്ട് പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് സിസിയിലെ CSEB വിങ് അവര് കൃത്യമായിട്ട് 60 ദിവസം കൊണ്ട് ഈ പുതിയ സിലബസ് പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് അതിനുവേണ്ടി ഒരു മെന്റർ സപ്പോർട്ടോട് കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ബാച്ച് എത്തിക്കുകയാണ്. 60 ദിവസം കൊണ്ട് എൻറ്റയർ സിലബസ് പൂർത്തിയാവും. ആ 60 ദിവസം കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ പരീക്ഷ വളരെ ഭംഗിയായിട്ട് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. പക്ഷേ 61ാമത്തെ ദിവസം മുതൽ നമ്മൾ ദൗത്യം ഏറ്റെടുത്താൽ മതി. എടാ, നമ്മൾ ഇപ്പൊ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ടൈം ആൻഡ് വർക്ക് പഠിച്ചു. കാരണം അതൊരു ദിവസത്തിൽ തരുന്ന ടോപ്പിക്കാ. ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിച്ചു, പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിച്ചു. എല്ലാം പഠിച്ചിട്ട് നമുക്കൊരു ഏകദേശം നമ്മുടെ ഒരു ഐഡിയ ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അത് കൃത്യമായിട്ട് പ്രാക്ടീസ്. സംഭവം ഓക്കെയോ? ഇങ്ങനെയാണ് നിങ്ങൾ ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടത് എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഞാൻ വീണ്ടും നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെന്നുണ്ടെങ്കിൽ ഈ ഏറ്റവും പുതിയ 60 ഡേ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കർമ്മ മേഖല കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷെ തുടങ്ങുമ്പോൾ നമ്മൾ 0 ആയിരിക്കും. അതായത് ഫസ്റ്റ് ഡേ വിൽ ബി നമ്മൾ എന്തായിരിക്കും? ഒരു 0 ആയിരിക്കും. പക്ഷേ ഒരു ദിവസം ആ ദിവസത്തിലെ നമ്മളുടെ സ്വപ്നം നമ്മൾ യാഥാർത്ഥ്യമാക്കും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അപ്പൊ നിങ്ങൾക്ക് ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുവാന് ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അവിടെ നിങ്ങൾ കൃത്യമായിട്ട് ഒരു മെന്റർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. 1ാമത്തെ ദിവസം എന്താണ് പഠിക്കേണ്ടത്, 2ാമത്തെ ദിവസം എന്താണ് പഠിക്കേണ്ടത്, അത് കഴിയുമ്പോൾ 1ാമത്തെ ദിവസവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏത് പരീക്ഷ എഴുതണം, അതിന്റെ മോഡൽ എക്സാം എവിടെയാണ്, അതിന്റെ നോട്ട് എവിടെയാണ്, ഇതൊന്നും നമ്മൾ തേടി പോകേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ നമ്മുടെ റിസർച്ച് വിങ്ങിലെ ആളുകൾ ഇരുന്ന് അതിന്റെ നോട്ട് തയ്യാറാക്കി നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. പഠിക്കുക, പരീക്ഷകളിലേക്ക് പോവുക. നമ്മൾ എന്ത് പറയുന്നോ അത് കൃത്യമായിട്ട് പഠിച്ച് പരീക്ഷകളിലേക്ക് പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കി എടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലെ നമ്മുടെ പൊന്നാനി സഹകരണ ബാങ്കിലെ ഏറ്റവും അവസാനം നടന്ന ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്ക് ചോദിച്ച ഏതാനും ചില ചോദ്യങ്ങൾ മാത്രമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. ഇതിന് ബാക്കി ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.